ഇനി ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കണം. ഈ അത്തഹിയാത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹ്ഹുദിനുള്ള ഇരുത്തം എങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത്? രണ്ട് രൂപത്തിലാണ് നബിയുടെ അത്തഹിയാത്തിന്റെ ഇരുത്തുണ്ടായിരുന്നത്. ആദ്യത്തെ അത്തഹിയാത്തിന്റെ രൂപവും അവസാനത്തെ അത്തഹിയാത്ത് വരുന്ന നിസ്കാരങ്ങളിൽ രണ്ട് അത്തഹിയാത്ത് വരുമ്പോൾ ആദ്യത്തേതിനൊരു രൂപവും രണ്ടാമത്തേതിന് വേറൊരു രൂപമായിരുന്നു ഇരുത്തത്തിൽ. അതിപ്പോ നമുക്കൊക്കെ പരിചയമുള്ളത് തന്നെ. എങ്ങനെ? ഫൈദാ ജലസത്തിൽ റക്കായത്തൈനി, ആദ്യ റക്കായത്ത് രണ്ടാമത്തെ റക്കായത്തിൽ ഇരിക്കുകയാണെങ്കിൽ ജലസാല റിജ്ലിഹിൽ യുസ്റാ വനസബൽ യുംനാ, ഇടത്തെ കാലും വരിക്കും വലത്തേത് നാട്ടിവെക്കും. വൈദാ ജലസത്തിൽ റക്കായത്തിൽ ആഖിറ, അവസാനത്തെ റക്കായത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഖദ്ദമ റിജ്ലഹുൽ യുസ്റാ വനസബൽ ഉഖ്റാ വഖഅദ അലാ ബഖഅതിഹി, ഖദ്ദമ റിജ്ലഹുൽ യുസ്റാ, ഇടത്തെ കാലും ഇട്ട് തള്ളിവെക്കും. ഉണ്ടോ? ഇടത്തെ കാല് അങ്ങോട്ട് തള്ളിവെച്ച് വനസബൽ ഉഖ്റാ വഖഅദ അലാ ബഖഅതിഹി, വലത്തേത് ഇങ്ങനെ നാട്ടിവെച്ച്. ഇരുത്തം എവിടെയായിരിക്കും? കാലുമ്മലല്ല, ഭൂമിയിലാണ് ഇരുത്തം വരിക, നിലത്താണ് ഇരുത്തം വരിക. അപ്പൊ ഇടത്തെ ചന്തി ഭൂമിയിൽ കീഴ് വരും. അതിനാണ് പേര് തവർറുക്ക് എന്ന് പറയുന്നത്. ആദ്യത്തതിന് പേര് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്നാണ് കിതാബിൽ പറയുന്നത്. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തയ്യാത്തിന്റെ ഇരുത്തത്തിന് പറയുന്ന പേരാണ്. മറ്റേ ഇരുത്തത്തിന്റെ പേര് തവർറുക്കിന്റെ ഇരുത്തം. വരിക്ക് എന്ന് പറഞ്ഞാൽ ചന്തി എന്നാണ്. അപ്പൊ വരിക്ക് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് മുട്ടിച്ചു വെച്ചിട്ടുള്ള ഇരുത്താണ് അവസാനത്തെ തയ്യാത്തിന്റെ ഇരുത്തം. വിശദീകരിച്ച് ഇവിടെ ചിത്രമൊന്നും നമുക്ക് കാണിച്ചു തരാനൊന്നും പറ്റില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ തയ്യാത്തിനുള്ള ഇരിക്കുന്ന രൂപം ഇഫ്തിറാഷും അവസാനത്തെ തയ്യാത്തിന് ഇരിക്കുന്ന രൂപം തവർറുക്കിന്റെ ഇരുത്തം. പക്ഷെ ചില ആൾക്കാരൊക്കെ ഏത് ഇരുത്തത്തിലും ആദ്യത്തെ ഇരുത്താണ് ഇരിക്കാറുള്ളത്. അവസാനത്തെ തയ്യാത്താണെങ്കിലും നമ്മൾ ആദ്യത്തെ തയ്യാത്തിന് ഇരിക്കുന്ന മോഡൽ തന്നെ ഇരിക്കും. പക്ഷേ നബിചര്യയോട് യോജിച്ചത് ഏതാണ്? ആദ്യത്തെ തഹിയാത്തിന്റെ രൂപവും അവസാനത്തെ തഹിയാത്തിന്റെ വേറെ രൂപവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളത്. അവ ഇഷ്ടം അങ്ങനെ